എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരുപാട് ആൾക്കാർ ഇൻഫെർട്ടിലിറ്റി കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നാച്ചുറലായിട്ട് തന്നെ നമ്മൾക്ക് എങ്ങനെ ബീജത്തിൻ്റെ കൗണ്ട് കൂട്ടാമെന്ന് നോക്കാം. ഈ നാച്ചുറലായിട്ട് നമ്മൾ ബീജത്തിൻ്റെ കൗണ്ട് കൂട്ടാമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ ഇപ്പം നമ്മൾ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ ഇത് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, ഒമേഗ 3, സിങ്ക്, ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായ, തക്കാളി, കിവി, പേരക്ക, നെല്ലിക്ക, ഇതിലൊക്കെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഫുഡിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫ്രൂട്ട് സലാഡ് പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ നമ്മൾ ഈ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒലിവ് ഓയിൽ അതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഒലിവ് ഓയിലിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കറികളിൽ ഒരു സ്പൂൺ ഒഴിക്കാം, അല്ലെങ്കിൽ സാലഡ്സിൽ ഒരു സ്പൂൺ ഒഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നേന്ത്രപ്പഴം, മാതള നാരങ്ങ, ബീട്രൂട്ട്, അത്തിപ്പഴം. ഇതിലെല്ലാം സ്പേം കൗണ്ട്, ബീജത്തിന്റെ കൗണ്ട് കൂട്ടാൻ സഹായിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഉലുവക്കഞ്ഞി അല്ലെങ്കിൽ ഉലുവ വെള്ളം. ഉലുവ വളരെയധികം നല്ലതാണ്. സ്പേം കൗണ്ട് കുറവുള്ള ആൾക്കാർക്ക് ഉലുവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മൾ സ്പേം കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് വെണ്ടക്ക, മുരിങ്ങക്ക, വെളുത്തുള്ളി, ക്യാരറ്റ്. ഇതും വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മൾക്ക് നട്ട്സ് കഴിക്കാം. ഒരുവിധം എല്ലാ നട്ട്സിലും വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. വാൾനട്ടോ ബദാമോ ഒക്കെ നമ്മൾ ഡെയിലി ഒരു 8 മുതൽ 10 വരെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഡെഫിഷ്യൻസി അനുസരിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരുപാട് കുറവാണെങ്കിൽ നമുക്ക് സപ്ലിമെന്റ്സ് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പാല്, അതുപോലെ മുട്ട, ബീഫിന്റെ ലിവറിലൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. രാവിലത്തെയും വൈകുന്നേരത്തെയും വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. ഉച്ചയ്ക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായ വെയിലായതുകൊണ്ട് തന്നെ നമ്മൾക്ക് മൈഗ്രെയിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള തലവേദന, നമുക്ക് പല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രാവിലത്തെയും വൈകുന്നേരത്തെയും വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ബെറീസ്. അതിപ്പോൾ ഏത് ബെറി ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾക്ക് കിട്ടുന്ന ബെറീസ് കഴിക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. ഇതെല്ലാം നമ്മൾ റെഗുലർ ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് സ്പേം കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെ സ്പേം കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നല്ലതാണ്. അതുപോലെ പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് ഒക്കെ നല്ലതാണ്. ഫിഷിലൊക്കെ ഒമേഗ 3 അടങ്ങിയിട്ടുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചാള, അയില, ചൂരയൊക്കെ കഴിക്കാം. അതുപോലെ ഷെൽഫിഷും കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിൽ സെലീനിയൊക്കെ അടങ്ങിയിട്ടുണ്ട്, സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷെൽഫിഷ് എന്ന് പറയുമ്പോൾ കക്ക, അതുപോലെ കല്ലുമ്മക്കായ, ഞണ്ട്, ചെമ്മീനൊക്കെ ഷെൽഫിഷ് ആണ്. നമുക്ക് അലർജി ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ കറി വെച്ച് കഴിക്കാവുന്നതാണ്. ഫിഷ് ആണെങ്കിൽ കറി വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മൾക്ക് ഈ ബീജത്തിന്റെ കൗണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അത് മാത്രമല്ല, അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. കൊളസ്ട്രോളോ ഡയബറ്റിക്കോ പോലത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഉറങ്ങണം. 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇതിന്റെ കൂടെ തന്നെ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ നിർത്തിയാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്